മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടൻ റഹ്മാൻ. അതെന്തൊക്കെ പറഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. മലയാളികളുടെ ഇടയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വിഷയമായി തന്നെ ഇതിനെക്കുറിച്ച് മാറുകയാണ്. അതിന് കാരണമായി മാറുന്നത് റഹ്മാൻ പങ്കുവച്ച പോസ്റ്റാണ്. അതിൽ മകളെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. മകളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തൻ്റെ മകൾ തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണ് എന്ന് റഹ്മാൻ അതിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. അതുകൂടെ ആയപ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം വികാരഭരിതമായ കുറിപ്പ് വായിക്കാൻ സാധിച്ചു. നീ കഴിഞ്ഞ ഒരു വർഷമായി ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നു. നീ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ തന്നെ ഞാൻ ഒരുപാട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ തവണയും നിനക്ക് വേണ്ടി ഞങ്ങൾ നേടിത്തരുന്നത്. നിൻ്റെ ഉള്ളിലെ സങ്കടവും സ്നേഹവും എല്ലാം ഒരുപോലെ നിനക്ക് ലഭിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇതെല്ലാമാണ് റഹ്മാൻ കുറിപ്പിൽ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ റഹ്മാൻ്റെ ഈ കുറിപ്പ് പൂർണ്ണ രൂപത്തിൽ തന്നെ വൈറലാവുകയാണ് എന്ന് പറയാം. മകളോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് റഹ്മാൻ ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത്. എൻ്റെ പൊന്നുമോൾ, ഇന്ന് നിനക്ക് 30 വയസ്സ് തികയുന്നു. ഒരു മനോഹരമായ നാഴികക്കല്ല്. പ്രായത്തിൻ്റെ മാത്രമല്ല, ധൈര്യത്തിൻ്റെയും വളർച്ചയുടെയും പ്രതിരോധത്തിൻ്റെയും എല്ലാം. നീ ഒരിക്കലും അർഹിക്കാത്ത രീതിയിൽ നിന്നെ പരീക്ഷിച്ച് വർഷങ്ങളിലൂടെ നടക്കുന്നത് ഞാൻ കണ്ട് ഒരു വാപ്പ എന്ന നിലയിലൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ എന്നെ വളരെയധികം തന്നെ ബുദ്ധിമുട്ടിച്ചുള്ള ഒന്ന് തന്നെയാണ് എന്ന് പറയാം. നീ കൊടുങ്കാറ്റുകളെ നിശബ്ദമായി നേരിട്ടും വേദന അന്തസ്സോടെ ചുമന്നും എന്നിട്ടും മുന്നോട്ട് പോകാൻ തിരഞ്ഞെടുത്തു എന്ന് തന്നെ പറയാം. നീ ശരിക്കും എത്ര ശക്തിയാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ അതുമാത്രം മതിയായിരുന്നു എന്നുകൂടി പറയണം. പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഓരോ വാക്കുകൾ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് നിറയ്ക്കുന്നത്. റഹ്മാൻ എത്രമാത്രമാണ് മകളെ സ്നേഹിക്കുന്നതെന്ന് ഈ വാക്കിലൂടെ തന്നെ മനസ്സിലാകുന്നുവെന്നും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ പറയുകയും എഴുതി ചേർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകർ തന്നെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുകയും ചെയ്യുന്നു. ആരാധകർക്ക് തന്നെ ഇത് വളരെയധികം സ്നേഹമായി തന്നെ മാറുകയും ചെയ്യുന്നു എന്ന് പറയാം. നീ കൊടുങ്കാറ്റുകളെ നിശബ്ദമായി നേരിട്ട് വേദന അന്തസ്സോടെ ചുമന്നു നിൽക്കുകയാണ് എന്ന് തന്നെ പറയണം. എന്നിട്ട് മുന്നോട്ട് പോകാൻ തിരഞ്ഞെടുത്തു എന്ന് പറയാം. നീ ശരിക്കും എത്ര ശക്തയാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ അതുമാത്രം മതി എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇപ്പോൾ റഹ്മാൻ്റെ പോസ്റ്റുകൾ തന്നെയാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. ജീവിതം എല്ലായ്പ്പോഴും നിന്നോട് ദയ കാണിച്ചിട്ടില്ല. പക്ഷെ നീ ഒരിക്കലും നിൻ്റെ ഹൃദയത്തെ തന്നെ കഷ്ടപ്പെടാൻ അനുവദിക്കുന്നില്ല. നീ പഠിച്ചു, സഹിച്ചു, കൂടുതൽ ബുദ്ധിമതിയായി. ഒരു സ്ത്രീ എന്ന നിലയിൽ നിൻ്റെ വളർച്ചയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാനത്ര ധൈര്യശാലിയല്ല. നീ സ്വയം കരുതിയപ്പോഴും ചിന്താശേഷിയുള്ള, അനുകമ്പയുള്ള, ധൈര്യമുള്ള സ്ത്രീയായി നീ നിലനിന്നു. 30കൾ ഒരിക്കൽ ഒന്നിൻ്റെയും അവസാനമല്ല. ഇതൊരു പവർഫുൾ തുടക്കം തന്നെയാണ്. നീ നിന്നെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ, വിശ്വസിക്കുന്നതിൻ്റെയും സ്വയം സന്തോഷം കണ്ടെത്തുന്നതിൻ്റെയും ഒക്കെ ഒരു വലിയ രീതിയിൽ അധ്യായത്തിൻ്റെ തുടക്കം തന്നെയാണിത്. ഒന്നിനും നീ തിരക്ക് പിടിക്കേണ്ടതില്ല, തെളിയിക്കേണ്ടതില്ല, ആരോടും വിശദീകരിക്കണം നൽകണമെന്നില്ല. നീ നിൻ്റെ യാത്രകളിൽ എവിടെയാണോ എത്തേണ്ടത് അവിടെ തന്നെ എത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ യാത്ര നിനക്ക് സ്വന്തം. എവിടെയാണോ നിനക്ക് എത്തേണ്ടത് ശരിക്കും നീ അവിടെ തന്നെയാണ് നിൽക്കുന്നതെന്നും റഹ്മാൻ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.